ഞാനൊരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ്. ഞാൻ ഒരു പട്ടികജാതിക്കാരിയാണ്. ഞാൻ എൻ്റെ വീട്ടിനകത്ത് 5 വർഷം കൊണ്ട് ഒരു പ്രശ്നം നടക്കുകയാണ്. ഒരു അയൽവാസിയുമായിട്ടുള്ള പ്രശ്നം. ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഞങ്ങൾ പരാതിയുമായിട്ട് പോയി. ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പരാതി കൊടുത്തു, പട്ടികജാതി കമ്മീഷന് കൊടുത്തു, ഇത് കമ്മീഷണർക്ക് പരാതി കൊടുത്തു, പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. നമുക്ക് നീതി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കോടതികളിലും പോയി. ഒരു കേസ് സിവിൽ കോടതിയിൽ കിടക്കുകയാണ്. അപ്പം ഞാൻ പട്ടികജാതിക്കാരി ആയതുകൊണ്ട് എൻ്റെ കേസ് നെടുമങ്ങാട് SC/ST കോടതിയിലാണ് ഫയൽ ചെയ്തിരുന്നത്. അവിടെ എന്താണ് സംഭവിച്ച കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ എൻ്റെ കേസ് ഇന്ന് കോടതി ഡിസ്മിസ് ചെയ്തു. അപ്പൊ ഇന്നലെ മുതലേ എനിക്കിവിടെ ഭയങ്കരമായ ശല്യവും ഭയങ്കരമായ ഉപദ്രവവും എനിക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പരാതികളൊന്നും എനിക്ക് ഒരു സ്ഥലത്തും പറയാൻ പറ്റില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, ഇത് തിരുവനന്തപുരം നിങ്ങൾക്കറിയാം, പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നൊരു വിഷയമാണ്. ദളിത് കുടുംബമാണ്, അവിടുത്തെ ആ കുടുംബത്തിലെ സ്ത്രീയാണ്, വീട്ടമ്മയാണ് സംസാരിക്കുന്നത്. ഇതൊരു 5-6 കൊല്ലത്തെ കോർപ്പറേഷൻ്റെ, അതായത് ഇപ്പോൾ വീടുകൾ തോറും പാത്രം കഴുകാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ കുറച്ച് ടീമുകൾ, അവരെന്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് പുറത്തായി എന്നുള്ളതിൻ്റെ കാരണമാണ് ഈ വീഡിയോയിൽ ഈ സ്ത്രീ പറയുന്നത്. ഇതുപോലൊരു 4-5 വീഡിയോ ഈ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, പ്രൊഫൈലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് നോക്കി കാണാം. രാജീവ് കെ എന്നാണ് പ്രൊഫൈലിൻ്റെ പേര്. അപ്പോൾ ഇവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ, വീടിൻ്റെ മുൻഭാഗത്ത്, അതായത് അവരുടെ സ്വന്തം വീടിൻ്റെ ഫ്രണ്ട് വശത്ത് കക്കൂസ മാലിന്യം തള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി, തിരുവനന്തപുരം കോർപ്പറേഷൻ, കമ്മീഷണർ ഓഫീസ്, കോടതി, ലാസ്റ്റ് കോടതിയിൽ പോയി. എന്നിട്ട് പോലും അവർക്ക് നീതി കിട്ടിയിട്ടില്ല. അവരുടെ ചെറിയൊരു വിഷയമാണത്. അതായത് സ്വന്തം വീടിൻ്റെ മുന്നിൽ കക്കൂസ് മാലിന്യം, അവർ ആഹാരം കഴിക്കാൻ പോലും പറ്റത്തില്ല. ആ അവസ്ഥയിലാണ് അവർ നിലവിൽ ജീവിച്ചു പോകുന്നത് 5-6 വർഷം കൊണ്ട്. അതായത് നമ്മുടെ കോർപ്പറേഷന്റെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ഒരു പക്ഷേ ഈ വിഷയം പരിഹരിക്കാമായിരുന്നു നേരിട്ട്. നമുക്കറിയാം, മേയർ എന്ന് പറയുന്ന അവരൊരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ഹൈക്കോടതിക്ക് മാത്രമേ അതിന് പിന്നെ അപ്പീൽ പോകാൻ പറ്റുള്ളൂ. ആ രീതിക്ക് അത്രയും ഒരു സ്റ്റാൻഡുള്ള ഒരു സ്ഥാനമാണ് കോർപ്പറേഷൻ മേയർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു പിടിപ്പുകേടും കഴിവുകേടും എന്ന് മാത്രമേ ഇത് പറയാൻ പറ്റൂ. കാരണം ഇവർക്ക് ഗുണ്ടകളെ ഇറക്കിയിട്ട് ആ അയൽവക്കത്തുള്ള ആൾക്കാരെ വരട്ടാനോ അങ്ങനെയുള്ള ഒന്നും പറ്റത്തില്ലല്ലോ. അവർ കൃത്യമായിട്ട് അവർ എങ്ങനെയാണ് ഇതിന്റെ നീതി നേടിയെടുക്കുക, ആ ഒരു വശത്തൂടെ തന്നെയാണ് അവർ പോയത്. എങ്ങൊന്നും അവർക്ക് നീതി കിട്ടിയിട്ടില്ല. അപ്പോൾ വിഷയം ഒറ്റ ഒരു കാര്യം മാത്രമാണ്, അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നഷ്ടപരിഹാരമോ അങ്ങനെയുള്ള ഒന്നും തന്നെയല്ല. ആ കക്കൂസ് മാലിന്യം ഒരിക്കലും ആ വീടിന്റെ ഭാഗത്ത് ഒഴുക്കാൻ പാടില്ല എന്ന് മാത്രമാണ് അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ പൂജപ്പുര, തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര പാലസി റോഡിലാണ് താമസിക്കുന്നത്. ഞാനൊരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ്. ഞാൻ ഒരു പട്ടികജാതിക്കാരിയാണ്. ഞാൻ എൻ്റെ വീട്ടിനകത്ത് 5 വർഷം കൊണ്ട് ഒരു പ്രശ്നം നടക്കുകയാണ്. ഒരു അയൽവാസിയുമായിട്ടുള്ള പ്രശ്നം. ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഞങ്ങൾ പരാതിയുമായിട്ട് പോയി. ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പരാതി കൊടുത്തു, പട്ടികജാതി കമ്മീഷന് കൊടുത്തു, അതായത് കമ്മീഷണർക്ക് പരാതി കൊടുത്തു, പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. നമുക്ക് നീതി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കോടതികളിലും പോയി. ഒരു കേസ് സിവിൽ കോടതിയിൽ കിടക്കുകയാണ്. അപ്പം ഞാൻ പട്ടികജാതിക്കാരി ആയതുകൊണ്ട് എൻ്റെ കേസ് നെടുമങ്ങാട് SC/ST കോടതിയിലാണ് ഫയൽ ചെയ്തിരുന്നത്. അവിടെ എന്താണ് സംഭവിച്ച കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ എൻ്റെ കേസ് ഇന്ന് കോടതി ഡിസ്മിസ് ചെയ്തു. അപ്പൊ ഇന്നലെ മുതലേ എനിക്കിവിടെ ഭയങ്കരമായ ശല്യവും ഭയങ്കരമായ ഉപദ്രവവും എനിക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പരാതികൾ ആ സ്ത്രീ പറയുന്നുണ്ട്, SC/ST കോടതിയിൽ ആ കേസ് തള്ളിപ്പോയെന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇവർ വിശ്വസിച്ച് നമ്മുടെ സ്വന്തം SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരു വക്കീലിനാണ് ഈ കേസ് ഏൽപ്പിച്ചത്. പക്ഷെ അവര് അട്രോസിറ്റി വകുപ്പ് പ്രകാരമല്ല കേസ് രജിസ്റ്റർ ചെയ്തതെന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അവരതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിന് മേലെ പോകും. അതുകൊണ്ട് അവർ ചുരുക്കി കാര്യങ്ങൾ പറയാണ്. എന്ത് തന്നെയായാലും തിരുവനന്തപുരത്തെ ഈ രീതിയിലുള്ള ഒരു കഴിവുകെട്ട ഒരു ഭരണത്തിൽ തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. അതിപ്പം ഹിന്ദു പരിവാർ അല്ല, സംഘപരിവാർ അല്ലെങ്കിൽ RSS ഇവരുടെ എല്ലാം, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികം ഒഴുക്കി അങ്ങനൊന്നുമല്ല. കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവര് 6-7 വർഷം കൊണ്ട് ആ ഒരു രീതിയിൽ 1 ലക്ഷം രൂപയ്ക്ക് അടുത്തവർക്ക് നഷ്ടം വന്നതാണ് അവർ പറയുന്നത്. കേസും മറ്റു കാര്യങ്ങളുമായിട്ട് പോയി 1 ലക്ഷം രൂപയ്ക്ക് അടുത്തവർക്ക് നഷ്ടം വരികയും ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ വസ്തു, അതിനകത്ത് ആരെങ്കിലും കയ്യേറുകയോ അങ്ങനെയുള്ള ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഇത്രയും വൃത്തികെട്ട പരിപാടി അവിടെ കാണിക്കുന്ന സമയത്ത് ആരെങ്കിലും ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ച് തന്നാ മതി എന്നുള്ള ഒരിതിലാണ് ഞങ്ങളിത് ACPയുടെ അടുത്ത് ഞങ്ങൾ സമ്മതിച്ച് ഈ മാലിന്യം മാറ്റിത്തരാം, ഈ പ്രശ്നങ്ങളെല്ലാം കക്കൂസിന്റെ എല്ലാ പണികളും, കക്കൂസിന്റെ എല്ലാ പ്രശ്നങ്ങളും കൺട്രോൾമെന്റിൽ ഇരുന്ന 2021 ഇരുന്ന ACP പറഞ്ഞു ഇതെല്ലാം മാറ്റിത്തരാം. അങ്ങനെ ACPയുടെ വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ അവിടെ എഴുതി വെച്ച് ഒത്തുതീർപ്പിന്റെ വലിയ ഇത് പൊളിപ്പിച്ചപ്പോഴാണ് അറിയുന്നത് ഇതിന്റെ അടിയിൽ കക്കൂസ് കുഴിയല്ല, ഒന്നും
അതായത് ആദ്യം ഇവരുടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ട് അധികാരികൾ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞ ഇതേ കണക്ക് മാലിന്യം ഒഴുക്കാൻ പറ്റത്തില്ല, അവിടെ ഏതെങ്കിലും ഒരു കുഴി എടുത്തിട്ട് നല്ല രീതിയിൽ താഴ്ചയിൽ കുഴി എടുത്തതിന് ശേഷം അതിൽ ഈ മാലിന്യം ഒഴുക്കാനാണ് പറയുന്നത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ കോർപ്പറേഷന്റെ അനുവാദം വേണമല്ലോ. അപ്പൊ കോർപ്പറേഷന്റെ അനുവാദം തന്നെ നിയമലംഘനമാണ്. കാരണം ഒരു വീടിന്റെ ഫ്രണ്ട് വശത്ത് വരെ 80 സെന്റിമീറ്റർ ദൂരത്തിൽ, 1 മീറ്റർ പോലും ഇല്ലാത്ത ഒരു ദൂരത്തിൽ ഒരു കുഴി എടുത്തിട്ട് അവിടെ കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത് എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെയാണ് ഇതിനകത്ത് അവർ കൂടുതൽ പിന്നെ മാനസിക ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഈ കുഴി എടുത്തത് മാത്രമല്ല, അവരെങ്ങനെയോ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് വീണ്ടും ആ പൈപ്പ് താഴേക്ക് ഇടുക. അതായത് മുകളിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കക്കൂസ് മാലിന്യം ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇത് വീടിന്റെ ബേസ്മെന്റിലേക്കാണ് പോകുന്നത്. ആ വീട് നിൽക്കുന്ന ഭാഗത്ത് കുറച്ച് കല്ലൊക്കെ, പഴയ പിന്നെ വീട് പൊളിച്ച വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടാണ് ആ ഒരു സ്ഥലം നികത്തിയിരിക്കുന്നത്. ആ നികത്തിയതിന്റെ ഇടയിലേക്ക് വീഴുമ്പോഴത്തേക്കും ഈ വരുന്ന വെള്ളം ആ പിന്നെ കല്ലിന്റെ ഇടയിലും മണ്ണിന്റെ ഇടയിലും ഒക്കെ പോവുകയും ചെയ്യും. പക്ഷെ വേസ്റ്റ് അവിടെ തങ്ങി നിൽക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്ത് തന്നെ ആയാലും BJP ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം, കോർപ്പറേഷന്റെ മേയർ VV രാജേഷ് വന്നതിന് ശേഷം ഇവര് സമീപിച്ചെന്നാണ് പറയുന്നത്. അപ്പൊ അവര് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്നു. ഇനി അതെന്താണ് പരിഹാരം നടന്നുള്ളത് ഇനി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയായാലും ഇനി ഇവർ കുറെ പാത്രങ്ങൾ കഴുകേണ്ടി തന്നെ വരുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ കഴുകലൊക്കെ നടക്കട്ടെ. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ, നമുക്ക് എത്രത്തോളം കഴുകുമെന്നുള്ളത് നമുക്ക് നേരിട്ടറിയാം.